ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്താണ് AI ക്യാമറ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ. അപ്പോൾ ഒരു സാധാരണക്കാരന്, ഒരു ടെക്നീഷ്യൻ അല്ല, ഒരു സാധാരണക്കാരന് ഒരു AI ക്യാമറ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് നമ്മുടെ ട്രാഫിക് ക്യാമറകളായിരിക്കും. MVDയുടെയും മറ്റും ട്രാഫിക് ക്യാമറകളാണ്. ആ ഒരു ഹെൽമെറ്റില്ലാത്തവരെ പിടിക്കാനും അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നൽസ് വയലേറ്റ് ചെയ്യുന്നവരെ പിടിക്കാനൊക്കെ വച്ചിരിക്കുന്ന ആ ഒരു ക്യാമറയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വന്നത്. എന്നാൽ AI ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി ഇപ്പോൾ നമ്മൾ മേടിക്കുന്ന IP ക്യാമറകളായാലും വൈഫൈ ക്യാമറകളായാലും ഇതിലെല്ലാം ആ ഒരു AI ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ പല ഫീച്ചേഴ്സ് AIയുടെ ഉണ്ട്. അപ്പോൾ അത്തരം കുറച്ച് ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ആദ്യം തന്നെ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഈ ഒരു സ്വന്തമായി തീരുമാനമെടുക്കാൻ സാധിക്കുന്ന ഒരു നിർമ്മിത ബുദ്ധിയുള്ള ക്യാമറ. ആ ക്യാമറയെ ഈ ഒരു നിർമ്മിത ബുദ്ധിയുള്ള ക്യാമറയാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് ആ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്ന ആ ഒരു ഫീച്ചർ, AI ഫീച്ചറിൽ ഒന്നാണ് ഹ്യൂമൻ ഡിറ്റക്ഷൻ ആൻഡ് വെഹിക്കിൾ ഡിറ്റക്ഷൻ. അതായത് ഒരു ഒബ്ജക്റ്റിനെ, ഒരു ക്യാമറയിൽ കാണുന്ന ഒബ്ജക്റ്റ്, ആ ക്യാമറയിൽ കാണുന്ന ഒബ്ജക്റ്റിനെ തിരിച്ചറിയാനുള്ളൊരു കഴിവ്. അത് മനുഷ്യനാണോ അല്ലെങ്കിൽ വെഹിക്കിളാണോ, വണ്ടിയാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ഈ AI ക്യാമറകൾക്ക് ആ ഒരു കഴിവുണ്ടാകും. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ മേടിക്കുന്ന IP ക്യാമറ ആയാലും വൈഫൈ ക്യാമറകൾക്കായാലും ഇത്തരത്തിലുള്ള AI കഴിവുകൾ ഉള്ള ക്യാമറയാണ് ഒരു 90% ക്യാമറകളും വരുന്നത്. അതായത് അതിൻ്റെ ആപ്ലിക്കേഷനിൽ, ആ ഒരു പർട്ടിക്കുലർ ക്യാമറയുടെ ആപ്ലിക്കേഷനിൽ നമുക്ക് കാണാൻ പറ്റും ഹ്യൂമൻ ഡിറ്റക്ഷൻ. ഏതൊക്കെ സമയത്ത് നമ്മുടെ വീട്ടിൽ എത്ര ആളുകൾക്ക് വന്നു, എത്ര ആളുകൾ പോയി, എത്ര ഡിറ്റക്ഷൻ, അതായത് ആ ഒരു ഫ്രെയിമിൽ, അതായത് നമ്മുടെ ക്യാമറ കാണുന്ന ആ ഒരു ഫ്രെയിമിൽ എത്ര പേര് വന്നു, എത്ര പേര് പോയി എന്നൊക്കെ നമുക്ക് ആ ഒരു കാണാൻ പറ്റും. അപ്പോൾ അതിനെ ക്ലാസിഫൈ ചെയ്ത് നമ്മൾ ആപ്ലിക്കേഷനിൽ, ആ ഒരു ക്യാമറയുടെ ആപ്ലിക്കേഷനിൽ കാണും ഹ്യൂമൻ ഡിറ്റക്ഷൻ. അതായത് ഇത്ര സമയത്ത് 10:05 ഒരാൾ അതിൽ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയും ഹ്യൂമൻ ഡിറ്റക്ഷൻ ഓൺ ആ ഒരു 10:05 എന്നുള്ള ടൈമോടെ എഴുതി കാണിക്കും. അതുപോലെ തന്നെ വെഹിക്കിൾ ഡിറ്റക്ഷൻ, അതായത് ഒരു കാർ പോവുകയാണെങ്കിൽ ആ കാറിൻ്റെ അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ ഏതോ ആകട്ടെ, ആ ഒരു വെഹിക്കിളിൻ്റെ ആ ഒരു ഡിറ്റക്ഷൻ, ആ ഒരു വണ്ടിയുടെ ഡിറ്റക്ഷൻ, ഇന്ന സമയത്ത് ഇന്ന വണ്ടി അല്ലെങ്കിൽ വണ്ടി അവിടെ വന്നു എന്നത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ആദ്യമേ ക്യാമറയ്ക്ക് നമ്മൾ ആ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഒരു മനുഷ്യനെയും ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ വെഹിക്കിൾ, ഒരു വണ്ടി, ഒരു ഹ്യൂമൻ ഡിറ്റക്ഷൻ, വെഹിക്കിൾ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഫീച്ചറുകളൊന്നാണ് ഹ്യൂമൻ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ വെഹിക്കിൾ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയുള്ള ഒന്നാണ് മോഷൻ ട്രാക്കിംഗ്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി കാണുന്ന അടുത്തൊരു ഫീച്ചറാണ് മോഷൻ ട്രാക്കിംഗ്. അതായത് നമ്മുടെ ആ ഒരു സ്ക്രീനിൽ തന്നെ, ക്യാമറയുടെ ആ ഒരു സ്ക്രീനിൽ തന്നെ ആളുകൾ നടന്നു പോകുമ്പോൾ ആളുകളുടെ ഒപ്പം തന്നെ ആ ഒരു ക്യാമറ മോഷൻ ചെയ്യുക. അതായത് ആ ക്യാമറയും കൂടെ ആ ഒരു ചലനത്തിനൊപ്പം തന്നെ തിരിയുക. എന്നിട്ട് നമ്മൾ തിരിഞ്ഞ് ആ ഒരു ചലനം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഏത് പൊസിഷനിലാണോ ആ ഒരു ക്യാമറ നമ്മൾ വച്ചിരിക്കുന്നത്, ആ ഒരു ക്യാമറ ആ ഒരു പൊസിഷനിൽ വന്നിരിക്കും. അപ്പോൾ ആ ഒരു ആളുടെ ഒരു ഡിറ്റക്ഷൻ അനുസരിച്ച് അത് മൂവ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു അനക്കം കേട്ടാൽ ആ ഒരു മോഷൻ ഡിറ്റക്ഷനിൽ കേട്ടാൽ അതനുസരിച്ച് മൂവ് ചെയ്യാനുള്ള കഴിവ് ഇത്തരം ക്യാമറകൾക്ക് ഉണ്ടാകും. പിന്നെ അടുത്തായിട്ട് വരുന്നതാണ് ഒരു ഒബ്ജക്റ്റിനെ വാച്ച് ചെയ്യാൻ പറ്റും ക്യാമറ വെച്ചിട്ട്. അതായത് ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ നമ്മൾ മാർക്ക് ചെയ്തെന്ന് വയ്ക്കുക. ആ ഒബ്ജക്റ്റിനെ നമ്മൾ ഈ ഒരു ക്യാമറയിൽ നമ്മൾ ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുകയാണ്. ഒബ്ജക്റ്റ് ആരെങ്കിലും വന്ന്, അതായത് ഒരു പെട്ടിയാണെന്ന് വിചാരിക്കുക, ആ പെട്ടി ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ മെസ്സേജ് അല്ലെങ്കിൽ അലേർട്ട് വരും. നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് മെസ്സേജ് വരും. ആ ഒരു ഒബ്ജക്റ്റിൽ ഒരു ടാമ്പറിങ് നടന്നിട്ടുണ്ട്, ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെന്നുള്ളൊരു മെസ്സേജ് വരും. അപ്പോൾ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനിൽ നമുക്കത് മനസ്സിലാവും അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ട്. അപ്പോൾ ആ മെസ്സേജ് വരുമ്പോൾ തന്നെ നമുക്കത് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ വിളിച്ച് ചോദിക്കുകയോ എന്താണ് അവിടെ നടന്നതെന്നുള്ളത് നമുക്ക് ക്യാമറ വഴി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്തതായിട്ട് വരുന്ന ഫീച്ചറിൽ ഇത് തന്നെ ഇത്തരം ഫീച്ചറുകൾ ഉൾപ്പെട്ടൊരു ഫീച്ചറാണ്, അതായത് അലേർട്ട് സിസ്റ്റം. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ഡിറ്റക്ഷൻ, വെഹിക്കിൾ ഡിറ്റക്ഷൻ പറഞ്ഞു. ഇതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഇത്തരം ആക്ടിവിറ്റീസ് നടക്കുന്നത്, ഇതിനൊക്കെ നമുക്ക് അലാറം സിസ്റ്റം ഉണ്ട്. അതായത് ഇത്തരം ക്യാമറകളിലൊക്കെ ആ ഒരു നോട്ടിഫിക്കേഷൻ ആ ഒരു ആപ്ലിക്കേഷൻ വഴി നമ്മുടെ മൊബൈലിൽ വരും. അതിന് പുറമെ തന്നെ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഇമെയിലായിട്ടും വരും, ഇല്ലെങ്കിൽ ഒരു കോൾ വരുന്ന വിധത്തിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഒക്കെ ഈ AI ക്യാമറയിൽ പറ്റും. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഒരു 2500-3000 രൂപ തുടങ്ങിയുള്ള ക്യാമറകളിലൊക്കെ ഈ ഒരു ഫങ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അല്ലാണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ലക്ഷങ്ങളുടെ ക്യാമറയിലല്ല ഈ ഒരു ഫങ്ഷൻസ് ഒക്കെ വരുന്നത്, സാധാരണക്കാർക്ക് അറിയില്ല. അപ്പോൾ ഇത്തരം ഫങ്ഷൻസ് ഉള്ള ഒരു ക്യാമറ ഒരുപാടുണ്ട്. നിങ്ങളുടെ വീട്ടിലൊരു ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇത്തരം ക്യാമറകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കേരളത്തിൽ എവിടെയെങ്കിലും നമ്മൾ ആ ഒരു സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഏത് ക്യാമറകളാണ് നിങ്ങൾക്ക് വെക്കേണ്ടതെന്നും അല്ലെങ്കിൽ അതിനുള്ള ഇൻസ്റ്റലേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കാണുന്നതാണ് ലൈൻ ക്രോസിംഗ്. അതായത് നമ്മളൊരു ക്യാമറയിൽ ഒരു ഒബ്ജക്റ്റിൽ നമുക്കൊരു ലൈൻ കൊടുക്കാം.
ആ ലൈൻ ക്രോസ് ചെയ്ത് ആരെങ്കിലും വരികയും നമുക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരണം. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ ലോകത്ത് എവിടെയായാലും ഈ പറഞ്ഞ നോട്ടിഫിക്കേഷനിലൊക്കെ നമുക്ക് ലോകത്ത് എവിടെയായാലും കിട്ടും. നമ്മുടെ ആ ഒരു ക്യാമറയ്ക്കും ഒരു നെറ്റ്, അതായത് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യണം. ആ ഒരു നെറ്റ് ക്യാമറയ്ക്കും വേണം. അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തായാലും ഡാറ്റ റീചാർജ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു നെറ്റ് അതിനകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ കിട്ടും. ആ ഒരു ലൈൻ ക്രോസ് ചെയ്ത് വരുമ്പോൾ, ലൈൻ ക്രോസിങ് മിക്ക ക്യാമറകളിലുണ്ടൊരു ഈ ഫീച്ചർ തന്നെയാണ് ലൈൻ ക്രോസിങ്. അപ്പോൾ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വരും, ഇന്ന സ്ഥലത്തിട്ട് ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സ്ഥലത്ത് ലൈൻ ക്രോസ് ചെയ്ത് ഒരാൾ വന്നിട്ടുണ്ട് എന്നുള്ള നോട്ടിഫിക്കേഷൻ വരും. നേരത്തെ പറഞ്ഞ അലാറം സിസ്റ്റത്തിൽ തന്നെ വേറൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അലാറം സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ ടൈം സെറ്റ് ചെയ്യാം. അതായത് രാത്രിയാണെങ്കിൽ 2 മണി തുടങ്ങി 4 മണി വരെ, ഈ 2 മണി തുടങ്ങി 4 മണി വരെ ഉള്ളിൽ ആരെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ ലൈൻ ക്രോസ് ചെയ്ത് വരികയോ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഡിറ്റക്ഷൻ ഉണ്ടായാലോ വെഹിക്കിൾ ഡിറ്റക്ഷൻ ഉണ്ടായാലോ നമുക്ക് അലാറം വന്നം എന്ന് പറഞ്ഞ് നമുക്കൊരു സെറ്റ് ചെയ്യാം. ഈ ക്യാമറയിൽ തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, നമ്മളിപ്പോൾ വേറെ ഇപ്പോൾ ഒരു പുറം രാജ്യത്ത്, അമേരിക്കയിലായാലും അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലായാലും നമ്മൾ ഇരിക്കുകയാണെങ്കിലും ഇവിടുത്തെ ആ ഒരു സമയത്തിൽ ഇൻ ബിറ്റ്വീൻ ആ ഒരു ടൈമിൽ ഒരാൾ വന്നാൽ ഇവിടെ അലാറം അടിക്കും. അതായത് നമ്മൾ ക്യാമറ വെച്ചേക്കുന്ന നാട്ടിൽ അലാറം അടിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. എന്ത്, അവിടെ ഒരു ഡിറ്റക്ഷൻ ഉണ്ടായിട്ടുണ്ട്, അവിടെ ഒരാൾ വന്നിട്ടുണ്ടോ ഡിറ്റക്ഷൻ ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് നാട്ടിലോട്ട് വിളിക്കുക അല്ലെങ്കിൽ എന്താണ് കാര്യം എന്ന് അന്വേഷിക്കുക ചെയ്യാം. ആ ഒരു അലാറമായിട്ടും വരും. അതുപോലെ നമ്മുടെ മൊബൈലിൽ ആ ഒരു അലാറം അടിക്കും. അതിന് പുറമെ തന്നെ നമുക്ക് ഒരു മെയിലായിട്ട് വരണമെങ്കിൽ മെയിലായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കോൾ വരണം, ഓട്ടോമാറ്റിക്കലി കോൾ വന്ന ഇതിലാണെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും ഈ ഒരു AI ഫീച്ചറിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഫീച്ചറിൽ ഒന്നാണിത്. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊജക്ട് ലെവൽ സീരീസിൽ വരുന്നതാണ്. അതായത് നോർമൽ ക്യാമറകളിൽ കാണുന്ന സ്വാഭാവികമായിട്ടും കണ്ടുവരുന്ന കുറച്ച് ഫീച്ചേഴ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതുകൂടാതെ പ്രൊജക്ട് ലെവൽ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ ഓഫീസിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ വലിയൊരു ബിസിനസ് സംശയമുണ്ട് അങ്ങനെയൊക്കെയാണ് വേണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊജക്ട് ലെവൽ സീരീസിലുള്ള ക്യാമറകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. അത്തരം ക്യാമറകളിൽ നമ്മൾ ഒന്നുമില്ല പീപ്പിൾ കൗണ്ടിങ് ഉണ്ട്. അതായത് നമ്മുടെ ഓഫീസിലോട്ട് വരുന്നവരെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഷോപ്പിംഗ് മാളിലോട്ട് വരുന്നവരെയൊക്കെ കൗണ്ട് ചെയ്യാൻ, എത്ര എണ്ണം നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കൗണ്ട് ചെയ്യാൻ പറ്റിയ ക്യാമറകളുണ്ട്. അതുപോലെ തന്നെ ANPR ക്യാമറ എന്ന് പറയും. അതായത് നമ്മുടെ വണ്ടികളുടെ നമ്പർ ഐഡന്റിഫിക്കേഷന് പറ്റി, അതായത് നമ്പർ ഒരു, അതായത് ഇപ്പോൾ ഒരു 10 വണ്ടിയാണ് ഇത്ര സമയത്തിനുള്ളിൽ വന്നിരിക്കുന്നത്, ആ 10 വണ്ടിയുടെ നമ്പറും അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ഉൾപ്പെടെയുള്ളതൊക്കെ നമുക്ക് ഡാഷ്ബോർഡിൽ കാണാൻ, അതിൻ്റെ ബോർഡിൽ കാണാൻ പറ്റിയ ആ ഒരു ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റിയ ANPR ക്യാമറകളുണ്ട്. അപ്പോൾ അതൊക്കെ പ്രൊജക്ട് ലെവൽ സീരീസിലോട്ട് വരുമ്പോഴാണ്, അതായത് നമ്മുടെ ആവശ്യത്തിനൊത്തും നമുക്ക് ഇതിനെ മാറ്റാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ ഒരാൾ, അതായത് 5 പേരുടെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇത്ര ആൾക്കാർ മാത്രമേ ഇതിൻ്റെ ഉള്ളിലോട്ട് വരാൻ പാടുള്ളൂ, ബാക്കിയുള്ളവർ വന്നാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരണം. അത്തരം ലെവലിലോട്ടൊക്കെ നമുക്ക് ആ ഒരു ക്യാമറ, അത്തരം ലെവലിൽ പ്രൊജക്ട് സീരീസിൽ വരുന്ന ക്യാമറകളിൽ ഈ ഒരു ക്യാമറകളൊക്കെ ഉണ്ട്, ഇത്തരം ക്യാമറകളൊക്കെ ഉണ്ട്. പല തരത്തിലുള്ള ക്യാമറകളുണ്ട്. നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സൊക്കെ, ഈ AI ഫീച്ചേഴ്സൊക്കെ ഉള്ള ഇത്തരം ക്യാമറകൾ ഈ ഒരു പ്രൊജക്ട് ലെവൽ സീരീസിൽ വരുമ്പോഴുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമലി ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഫീച്ചേഴ്സ് കൊടുത്ത ക്യാമറകളൊക്കെ നമുക്ക് ഈ ഒരു 2500-3000 രൂപ വിലയിൽ വരുന്ന ക്യാമറകളിലുണ്ട്. അപ്പോൾ അത് മേടിച്ച് വെച്ചാൽ തന്നെ നമുക്ക് ഇത്രയും ഫീച്ചേഴ്സുകൾ നമ്മുടെ മൊബൈലിൽ കിട്ടും. പക്ഷെ ഒരു ഒട്ടുമിക്ക ആളുകൾക്ക് ഇത് അറിയില്ല, അതായത് ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ ക്യാമറകളിലുള്ളതെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ക്യാമറകളൊക്കെ ഭയങ്കര വിലയാണ്. AI ക്യാമറ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാഫിക്കിലേക്ക് ഇരിക്കുന്ന ക്യാമറ പോലത്തെ ലക്ഷങ്ങളുടെ വില വരും എന്നൊക്കെയുള്ള ആ ഒരു ധാരണ ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ കൂടുതലും ഇത്തരം ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്യാത്തത്. അപ്പോൾ ഈ വൈഫൈ ക്യാമറ ആയാലും ഇത്തരം ക്യാമറകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരം ഫംഗ്ഷൻസ്, ഒരുപാട് ഫംഗ്ഷൻസ് നമുക്ക് അതിലൂടെ ലഭിക്കും. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ക്യാമറകൾ എടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ, താഴെ കാണുന്ന നമ്പറിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ക്യാമറകളിലെ AI ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഫീച്ചേഴ്സ് ഈ ഒരു നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ സ്വയം തീരുമാനമെടുക്കാനുള്ളതും അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക കാര്യങ്ങൾ വെച്ചിട്ട് അതിന് തീരുമാനമെടുക്കാനുള്ള ഇത്തരം കഴിവുള്ള ക്യാമറകൾ തന്നെയാണ് AI ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കുക. എനിക്കറിയാവുന്നതിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുപോലുള്ള ടെക്നിക്കൽ ഇൻഫർമേഷൻസ്, നെറ്റ്വർക്കിംഗ് ആയാലും CCTV ആയാലും ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.